NRI ആണോ? ഇന്ത്യയിൽ നിന്നൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ഉണ്ടോ? എന്നാൽ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ടുള്ളത് GST ബെനിഫിറ്റ് ആണ്. ഒരു NRI ആയിട്ടുള്ള ആൾ NRI അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങളുടെ പ്രീമിയം അടയ്ക്കുന്നതെങ്കിൽ 18 മുതൽ 25% വരെ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. രണ്ടാമത് ക്യുമുലേറ്റീവ് ബോണസ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു വർഷം ഉപയോഗിക്കാൻ കമ്പനി അനുവദിച്ചിട്ടുള്ള തുക നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് കമ്പനി ആഡ് ഓൺ ചെയ്ത് കിട്ടുമോ? അങ്ങനെ ആഡ് ഓൺ ചെയ്യുമെങ്കിൽ എത്ര തവണ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് കിട്ടും? 10 ലക്ഷം രൂപ ഉദാഹരണത്തിന് ഒരു സമ്മിഷ്യേർഡ് ആയിട്ടുള്ള ഒരു പോളിസി ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇനി അഥവാ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും എത്ര തവണ വേണമെങ്കിലും ആഡ് ഓൺ ചെയ്ത് കിട്ടുന്ന പോളിസികളുണ്ട്. 10 വർഷം കൊണ്ട് 1 കോടി രൂപ വരെ കവറേജ് ആകുന്ന പോളിസികൾ ഇന്ന് ലഭ്യമാണ്. അടുത്തതായിട്ടുള്ളത് വെയിറ്റിംഗ് പീരീഡ് ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ അസുഖങ്ങൾക്കാണ് വെയിറ്റിംഗ് പീരീഡ് ഉള്ളത്. അതായത് നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നമുക്കുള്ള അസുഖങ്ങൾക്ക് 2 മുതൽ 3 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകും. ആൽക്കോഹോൾ സംബന്ധമായ ആക്സിഡന്റുകൾക്കോ അസുഖങ്ങൾക്കോ 1 രൂപ പോലും കമ്പനി കവറേജ് നൽകുകയുമില്ല. അടുത്തതായിട്ടുള്ളത് റൂം റെന്റിന്റെ ലിമിറ്റ് ആണ്. നിങ്ങൾ അഡ്മിഷൻ ആകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന റൂമിന് എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ, അതോ ഏത് റൂം വേണമെങ്കിലും ഉപയോഗിക്കാം. ഏറ്റവും അവസാനമായിട്ടുള്ളത് കൺസ്യൂമബിൾസിന്റെ കവറേജ് ആണ്. അതായത് ആരോഗ്യ ഇൻഷുറൻസിൽ 25% ബില്ലുകളും വരുന്നത് കൺസ്യൂമബിൾസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ 100% കൺസ്യൂമബിൾസ് ഡിസ്പോസബിൾ ഐറ്റംസ് കവറേജ് ലഭിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേണം നിങ്ങൾ എടുക്കാൻ. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ബില്ലുണ്ടാകുന്ന സമയത്ത് ഒരു 25% നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരും. ബാക്കിയുള്ളത് മാത്രമായിരിക്കും കമ്പനി നൽകുക. NRIസിന് പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ ഹെൽത്ത് ഇൻഷുറൻസ് ഞങ്ങൾ പറഞ്ഞു തരാം. വിളിക്കൂ, താഴെ കാണുന്ന നമ്പർ.